എറണാകുളത്ത് ശക്തമായ മഴയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും കോൺക്രീറ്റ് കട്ട വീണ് യുവതിക്ക് ദാരുണാന്ത്യം. വടക്കേക്കര സത്താർ ഐലൻഡ് സ്വദേശി ആര്യ ശ്യാമോനാണ് മരിച്ചത്. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വാർത്തകൾ വിരമിച്ചിരുന്നു. ആര്യ, ഇന്നലെ ഈ അപകടം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ജീവൻ രക്ഷിക്കാൻ പരമാവധി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടാവണം അല്ലേ ആൻമരിയ? തീർച്ചയായിട്ടും ബുധനാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടാക്കുന്നത്. ബുധനാഴ്ച തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. ഇതിലാണ് വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ 3-ാം നിലയുടെ മുകളിൽ വെച്ചിരുന്ന കോൺക്രീറ്റ് കട്ട, അത് പള്ളിപ്പുറത്ത് നിന്ന് ബസ് കയറാൻ വേണ്ടി വീട്ടിലേക്ക്, ഇത് വടക്കേക്കര സ്വദേശിനിയാണ് ആര്യ, അങ്ങോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ബസ് കാത്തു നിൽക്കുകയായിരുന്നു പള്ളിപ്പുറത്ത്. അവിടെ വെച്ചിട്ടാണ് ഈ 3-ാം നിലയുടെ മുകളിൽ നിന്നും കോൺക്രീറ്റ് കട്ട ആര്യയുടെ തലയിലേക്ക് പതിക്കുന്നത്. ഉടൻ തന്നെ ആ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ആളുകളും നാട്ടുകാരെല്ലാവരോട് കൂടി അങ്കമാലി ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ആര്യയുടെ കൂടെ ആര്യയുടെ മകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ മകൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ സങ്കടകരമായ ഒരു വാർത്ത, ജില്ലയിൽ മഴക്കെടുതിയിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹാഷ്മി. ആൻമരിയ സണ്ണിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് യുവതിക്ക് ദാരുണാന്ത്യം എന്നുള്ള വാർത്തയാണ്. ഇത് മഴയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണെന്ന് ഉറപ്പായും പറയാം. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ സൂക്ഷിക്കുക. നിർമ്മാണത്തിലിരുന്ന കെട്ടിടങ്ങളൊക്കെ മഴയൊക്കെയാണ്, ആകെ തണുത്ത് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. സൂക്ഷിക്കുക എന്നത് മാത്രമേ ഉള്ളൂ.